നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എജ്യൂടെക്. PSC ഇന്ന് നടത്തിയ ഖാദി ബോർഡ് LDC മെയിൻസ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി രണ്ടാമത്തേതാണ്. നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932 ഇവിടെ 35 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള ജോഡിയാണ്. അപ്പോൾ C ആണ് ഉത്തരം. അതായത് രണ്ടാമത്തെ ഓപ്ഷനാണ് തെറ്റിപ്പോയത്. പാലിയം സത്യാഗ്രഹം 1947-48, പട്ടിണി ജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 31-32 ശരിയാണ്. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുനഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആയിരുന്നു. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? സത്യശോധക് സമാജം ജ്യോതിറാവു ഫൂലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി പിൻതീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഗസ്റ്റപ്പോ എന്ന പേരിലാണ്. ഗസ്റ്റപ്പോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. ശരിയായത് കണ്ടെത്തുക. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് ആണ്. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ഫോം ലൈൻ ആണ്. ഫോം ലൈൻ. ലിബുലെ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ? ലിബുലെ ചുരം ഉത്തരാഖണ്ഡ്, ടിബറ്റ് ആണ്. ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ്? മുങ്കേഷ്പൂർ, ഡൽഹിയാണ്. മുങ്കേഷ്പൂർ, ഡൽഹി. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. നിംബസ് മേഘങ്ങൾ താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ്. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. D ആണ് ഉത്തരം. 1ഉം 4ഉം. കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കാഞ്ചൻജംഗ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഡാമും സംസ്ഥാനവും സ്ഥിതി ചെയ്യുന്ന നദിയുമാണ്. ശരിയായത് അലമാട്ടി ഡാം, കർണാടക, കൃഷ്ണാനദി. B ആണ് ഉത്തരം. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിൽ കണ്ടെത്തി എഴുതുക. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. 1991 സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. RBIയെ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക. ശരിയാണ്. സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി. ശരിയാണ്. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 75% ഉയർത്തി. 3ഉം ശരിയാണ്. നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷികാരോഗ്യ സൂചികയിലെ റെഫറൻസ് വർഷം 2019-20 റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നുള്ള ഓപ്ഷനാണ് ശരി. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ശരിയല്ലാത്തത് വളർച്ചാ ലക്ഷ്യം 5.6% എന്നുള്ളതാണ്. ശരിയായിട്ടുള്ളവ അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി, പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി, മെഹ്ലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത്. റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഇവിടെ ആദ്യത്തെ 2 പ്രസ്താവനകൾ ശരിയാണ്, 3 ശരിയല്ല. ആദ്യത്തെ 2 പ്രസ്താവനകൾ: വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അത് രണ്ടും ശരിയാണ്. 3ാമത്തത് ശരിയല്ല. അടുത്ത ചോദ്യം: ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക.
ഹരിത വിപ്ലവത്തിന്റെ ഫലം തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ളത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിച്ചു. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. ഇവിടെ പ്രാഥമിക മേഖല 21%, ദ്വിതീയ മേഖല 26.50%, തൃതീയ മേഖല 52.50%. ഓപ്ഷൻ സി ആണ് ഉത്തരം. സി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവനയാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. നിർദ്ദേശക തത്വത്തിന്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കി. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾ അല്ല. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. അത് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബാക്കിയെല്ലാം ശരി. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. അടുത്ത ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 1ഉം 3ഉം ആണ്. ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അത് രണ്ടും എന്താണ്? ശരിയാണ്. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. ഉപരാഷ്ട്രപതിമാർ കാലക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം വി ഗിരി, രണ്ടാമത് ആർ വെങ്കിട്ടരാമൻ, മൂന്നാമത് മുഹമ്മദ് ഹമീദ് അൻസാരി, നാലാമത് ജഗദീപ് ധൻകർ. ബി ആണ് ഉത്തരം. ചേരുംപടി ചേർക്കുക. റിട്ടുകളും അത് ആ ഒരു അർത്ഥം എന്താണ് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രൊഹിബിഷൻ നിരോധനം. കോ വാറണ്ടോ എന്ത് അധികാരത്തിൽ? ഓപ്ഷൻ എ ആണ് ആൻസർ. 26 ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ശരി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ശരി. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അനൻ ഘാനാക്കാരനായിരുന്നു. ശരി. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. ശരി. 4ഉം ശരിയാണ്. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്താണ്? നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ്. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ഇന്ത്യൻ തപാൽ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, വിൽപ്പന നികുതി, റെയിൽവേ, ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് തരംതിരിക്കുമ്പോൾ എങ്ങനെയാ വരുന്നത് എന്ന് നോക്കാം. സംസ്ഥാന സർവീസ് വിൽപ്പന നികുതി, അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, കേന്ദ്ര സർവീസ് ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ. എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മൂന്നാമത്തതാണ് തെറ്റായിട്ടുള്ളത്. 73ാം ഭേദഗതി നിലവിൽ വന്നത് 90 എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. ബാക്കിയെല്ലാം ശരി. 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1987 മുതൽ 91 വരെയുള്ള EK നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു K ചന്ദ്രശേഖർ. ശരി. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. ശരിയാണ്. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ്. ഇത് 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം, കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ബാക്കിയെല്ലാം ശരി. കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS ആണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാമാണ്?
പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. ഇതെല്ലാം ശരിയാണ്. ചേരുംപടി ചേർക്കുക. വകുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടത് 280 വകുപ്പാണ്. 280. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടത് 300A വകുപ്പാണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61 വകുപ്പാണ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226. ഓപ്ഷൻ സി ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേക്ഷിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? മിനുസപേക്ഷിയെക്കുറിച്ച് 1ഉം 3ഉം തെറ്റാണ്. രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു ശരി. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു ശരി. അടുത്തത്, അക്ഷാസ്തികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ വാരിയെല്ലുകൾ 24 അസ്ഥികൾ. വാരിയെല്ലിൽ എത്ര അസ്ഥിയുണ്ട് എന്ന് എഴുതിയാൽ മതി. 24. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം ഏതാണ്? പ്ലൂറയാണ്. പ്ലൂറ. സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് ശരി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നത് ലൈസോസോം. ലൈസോസോം ആണ്. രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? ആദ്യം ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. പ്രോത്രോംബിൻ ത്രോംബിൻ ആകുന്നു. ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളായി മാറുന്നു. ഇത് SCERT-യിലുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TBHIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. മൻസുഖ് മാണ്ഡവ്യാണ് കൊടുത്തേക്കുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്, പിണ്ഡം. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു എന്ന് പറയുന്ന പേരാണ് പോൾ. പോളാണ്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത മാലിബിലിറ്റി ആണ്. മാലിബിലിറ്റി. സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ബുധനാണ്. ബുധൻ. 2023 ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? പ്രകാശമാണ്. പ്രകാശം. P1 V1 = P2 V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു. ബോയിൽ നിയമം. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? അമാൽഗം ആകുമ്പോൾ മെർക്കുറിയാണ്. ഐസോട്ടോണിക് ലായനികളുടെ എന്ത് തുല്യമായിരിക്കും? ഓസ്മോട്ടിക് മർദ്ദം, ഓസ്മോട്ടിക് പ്രഷർ തുല്യമായിരിക്കും. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്രയാണ്? 1 to 2 ppm ആണ്. 1 to 2 ppm. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത്? നൈട്രേറ്റ് ആണ്. നൈട്രേറ്റ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? വള്ളത്തോൾ നാരായണ മേനോനാണ്. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആരാണ്? മൈക്കിൾ ഫെൽപ്സ് ആണ്. KC ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ബോക്സിംഗ് ആണ്. ബോക്സിംഗ്. ഫയദോർ ദസ്തോവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ഒരു സങ്കീർത്തനം പോലെ. ഒരു സങ്കീർത്തനം പോലെ. ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടതാണ്. 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി ആര്? നർഗീസ് മുഹമ്മദിയാണ്. നർഗീസ് മുഹമ്മദി. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം? 2023 അദ്ദേഹം അന്തരിച്ചത്. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വേർഡ് പ്രോസസ്സർ ആണ്. വേർഡ് പ്രോസസ്സർ. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണം? കേബിൾ TV നെറ്റ്വർക്ക് മാൻ ആണ്. മാൻ. 2 KB എന്ന് പറയുന്നത് എത്ര ബൈറ്റ് ആണ്? 2048 ബൈറ്റ് ആണ്. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആദിത്യ L1 PSLV C-57. PSLV C-57. 2023 G20 ഉച്ചകോടിയിൽ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത്. അമിതാഭ് കാന്ത്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 24. ചേരുംപടി ചേർക്കുക. കമ്മീഷൻസും അത് നിലവിൽ വന്ന വർഷവുമാണ് തന്നിരിക്കുന്നത്.
സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007 നിലവിൽ വന്നത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998, സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. ബി ആണ് ഉത്തരം. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസാണ് അടയ്ക്കേണ്ടത്? ഫീസ് അടയ്ക്കേണ്ടത് 10 രൂപയാണ്. 10 രൂപ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം, ശരിയാണ്. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ പെടാത്തത് ഏത്? ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. അത് പെടുന്നില്ല. ബാക്കിയൊക്കെ പെടുന്നതാണ്. ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക. അടുത്ത ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഒറ്റയാനെ കണ്ടെത്തുക. 53, 61, 43, 91. ഇതിൽ ഒറ്റയാൻ 91. 11 cube plus 20 square minus 3 the whole raised to 1/3 is equal to value 12 ആണ്. 12. 3, 8, 15, 24 dash. ഉത്തരം ഓപ്ഷൻ എ 35. രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും? 70 ആണ്. രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? 9 കിലോമീറ്റർ. 0.36 into 6.25 divided by 0.5 into 0.5 into 0.06 is equal to ഉത്തരം 150. ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണു. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ. എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം എന്ത്? മകനാണ്, മകൻ. ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 60 km/മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? 12 സെക്കൻഡ്. 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലുപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? 5 ആണ്. 5. Fill in the blank suitably using the appropriate clause. She dashed the examination if she had studied well. ഉത്തരം ബി ആണ്. would have passed. He has hardly any money dash. Question tag എന്താ? has he. Report the sentence properly. Have you met the principal? The teacher said to me. ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്, റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. The teacher asked me whether I had met the principal. ഇനി ആർട്ടിക്കിൾ വെച്ച് ഫില്ല് ചെയ്യാനാണ്. After dash year or two, the question can be reconsidered. ഉത്തരം എ ആണ്. A year. Complete the sentence using the correct tense. The bell dash before I reached the school. റിങ്ങിന്റെ കറക്റ്റ് ഫോം ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ had rung ആണ് ഉത്തരം. Give the one word substitute for a person who studies about the sun, the moon, stars and the universe. One word substitution. Astronomer. Fill in the blank with the opposite of the underlined word. Swaliha looked cheerful whereas Sumin looked dash. അപ്പോൾ അതിൻ്റെ cheerfulന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരേണ്ടത്, gloomy. Which is the apt synonym of the word underlined? The woman looked very weak. Weakന്റെ synonym ആണ് feeble. Use the correctly spelled word to complete the sentence. If you dash money, you will quit the business. If clause-ന്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഉത്തരം ലോസ് ആണ്, ലോസ്. Pick out the correct sentence with the right phrasal verb for the underlined word. The doctor advised me to abandon smoking. Abandonന് പകരം ചേർക്കാവുന്നത് ഏത്? The doctor advised me to give up smoking ആണ്.
അടുത്ത മലയാളം ക്വസ്റ്റ്യൻസ്. പിരിച്ചെഴുതുക. വെൺതിങ്കൾ. വെൺതിങ്കൾ പിരിച്ചെഴുതുമ്പോൾ വെൺ അധികം തിങ്കൾ ആണ്. ആദേശസന്ധിക്ക് ഉദാഹരണം വിണ്ടലമാണ്, വിണ്ടലം. തദ്ധിതത്തിന് ഉദാഹരണം ഏത്? വെണ്മയാണ്. വിപരീത പദം എഴുതുക. അഗ്രജൻ. അഗ്രജൻ ഓപ്പോസിറ്റ് അവരജനാണ്, അവരജൻ. ജലത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ജലത്തിന്റെ പര്യായം അല്ലാത്തത് നളിനം. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം എന്ത്? ആകപ്പാടെയുള്ള ഭംഗിയാണ്. താഴെ പറയുന്നതിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. ചൂടാമണിയാണ് കറക്റ്റ്. അടുത്തത് ആഡിങ് ഫ്യൂൽ ടു ദ ഫയർ. ഈ ശൈലിയുടെ വിവർത്തനം എഴുതാനാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ളതാണ്. കവിയുടെ സ്ത്രീലിംഗ പദം എന്താ? കവയിത്രിയാണ്, കവയിത്രി. ഒറ്റപ്പദമാക്കുക. വർഷം തോറും, പ്രതിവർഷം, പ്രതിവർഷം. വർഷം തോറത്തിനെ ഒറ്റപ്പദം ആക്കുമ്പോഴത്തേക്കും പ്രതിവർഷമാണ്. ഓക്കെ. അപ്പോൾ LDCയുടെ അതേ സിലബസിൽ നടന്ന പരീക്ഷയാണ് ഖാദി ബോർഡ് LDC. അപ്പോൾ LDC തിരുവനന്തപുരം വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലെവൽ കൂടിയ എക്സാം ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഓക്കെ. വിലയിരുത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലെവൽ കൂടിയ എക്സാം ആയിരുന്നു ഖാദി ബോർഡ് LDCയുടെ. അപ്പോൾ ഈ രണ്ട് പരീക്ഷ, LDC ട്രിവാൻഡ്രം ആൻഡ് ഓൾസോ ഖാദി ബോർഡ് LDC, ഈ രണ്ട് പരീക്ഷയും വിശകലനം ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ഫേസുകളിൽ LDC പരീക്ഷയ്ക്ക് പോകാവൂ. അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ആൻസർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.